ഇഡ്ഡലി ദോശ പ്രീമിക്സ് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 കിലോ ഇഡ്ഡലി അരി നന്നായി കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ 400 ഗ്രാം ഉഴുന്നും 2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി വടിഞ്ഞ ശേഷം നല്ല വെയിലത്തൊന്ന് ഉണക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കാം കേട്ടോ. അപ്പോൾ അതിൽ പൊടിപ്പിക്കാൻ കൊടുക്കണ മുമ്പേ ഞാൻ 2 കപ്പ് അവിൽ ചേർക്കുന്നുണ്ട്. കനല്ലാത്ത പോഹ അവിലാണ് ഞാൻ ചേർത്തത്. കട്ടിയുള്ള അവിലാണെങ്കിൽ 1 കപ്പ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി അരിച്ചിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. പിന്നെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു ലൂസിൽ കലക്കി വെക്കുക. എന്നിട്ട് ഇപ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും പുളിപ്പിക്കാൻ വെക്കണം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ ആയിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് മാവ്. ഇനി നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരിക്കും, സ്പഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ദോശയും കൂടെ ചുട്ട് കാണിക്കാം. അപ്പോൾ ഇതുപോലെ പൊടിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.